കേന്ദ്ര ഗവൺമെന്റ് കനത്ത രാഷ്ട്രീയ വിവേചനമാണ് ഈ കാര്യത്തിൽ കേരളത്തോട് കാണിക്കുന്നത് എന്നാണ് ചർച്ചയിലുണ്ടായ പൊതുവികാരം. സംസ്ഥാന മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ച നിർദ്ദേശത്തോട് പൂർണ്ണമായും എല്ലാവരും യോജിച്ചു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ കക്ഷി രാഷ്ട്രീയ മുന്നണി വ്യത്യാസത്തിന് അതീതമായി കേരളത്തിൻ്റെ പൊതു താൽപ്പര്യമെന്ന നിലയിൽ മുണ്ടക്കൈ ചൂരമല വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുള്ള അടിയന്തര നഷ്ടപരിഹാരം എത്രയും പെട്ടെന്ന് നൽകാൻ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പാർലമെന്റിന്റെ ഇരുസഭകളിലും പാർലമെന്റിന് പുറത്തും ഈ കാര്യത്തിൽ ശക്തമായ പ്രതിഷേധം വളർത്തിക്കൊണ്ടുവരാനാണ് പ്രധാനമായും ആലോചിച്ചിട്ടുള്ളത്. ഗവൺമെന്റ് എന്ന നിലയിൽ ഗവൺമെന്റിന്റെ നിലപാട് പറഞ്ഞു. ഞങ്ങൾ പാർലമെന്റ് അംഗങ്ങളാണ് ഈ കാര്യത്തെ സംബന്ധിച്ച് ഏകാഭിപ്രായത്തോടു കൂടി. കാരണം ദുരന്തമുണ്ടായതിന്റെ തൊട്ടടുത്ത ദിവസം രാവിലെ തന്നെ ആദ്യത്തെ സബ്മിഷനായി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി തന്നെ ഈ പ്രശ്നം സഭയിൽ ഉന്നയിച്ചുകൊണ്ടാണ് ദേശീയ തലത്തിൽ പാർലമെന്റിൽ ഈ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചത്. 4 മാസം കഴിഞ്ഞതിന് ശേഷവും ഈ കാര്യത്തിൽ വ്യക്തമായ ഒരു ധാരണ ഉണ്ടാകാതെ, തീരുമാനമുണ്ടാകാതെ, സാങ്കേതികമായ ന്യായങ്ങൾ മാത്രം പറഞ്ഞ് സംസ്ഥാനത്തിന്റെ പൊതു താൽപര്യത്തെ തകർക്കുന്ന സമീപനമാണ് കേന്ദ്ര ഗവൺമെന്റ് ഈ കാര്യത്തിൽ സ്വീകരിക്കുന്നത്. ആ വിഷയം പാർലമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ പാർലമെന്റിനകത്തും പുറത്തും പ്രതീകാത്മകമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരാൻ തന്നെയാണ് പ്രധാനമായും ഞങ്ങളിപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. പിന്നെ കേരളവുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ, വികസനോന്മുഖമായിട്ടുള്ള നിരവധി വിഷയങ്ങൾ സംസ്ഥാന ഗവൺമെന്റ് സംസ്ഥാന മന്ത്രിമാരുമായും പാർലമെന്റ് അംഗങ്ങളുമായി ചർച്ച ചെയ്തു. പൊതുവെ സ്വീകാര്യമായിട്ടുള്ള നിർദ്ദേശങ്ങളായിരുന്നു. വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുള്ളവയുണ്ട്. പക്ഷെ അതൊക്കെ നിലനിർത്തിക്കൊണ്ട് കേരളത്തിന്റെ പൊതു താൽപര്യത്തിന് വേണ്ടി കക്ഷി രാഷ്ട്രീയ മുന്നണി വ്യത്യാസത്തിനതീതമായി ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു പൊതുവികാരമാണ് മൊത്തത്തിൽ ഇന്ന് യോഗത്തിലുണ്ടായത്. ബിജെപി പറയുന്നത് ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് അതിന്റെ പോസ്റ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഒക്കെ നൽകിയത് നവംബർ 13 ഒരുപാട് വൈകിയാണ് അത് നടത്തിയത്. സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടെന്ന് പറയുന്നത്. എന്ത് സാങ്കേതിക പ്രശ്നമുണ്ടെങ്കിൽ പോലും 2 സാങ്കേതിക പ്രശ്നങ്ങളാണ് അവർ ഉന്നയിക്കുന്നത്. അതിൽ ഒന്ന്, ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ നിയമത്തിൽ വ്യവസ്ഥയില്ല എന്നാണ്. ഞങ്ങൾ രേഖകൾ പരിശോധിച്ചപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് വളരെ വ്യക്തമായി ആവശ്യപ്പെട്ടിട്ടുള്ളത് ഡിസാസ്റ്റർ ഓഫ് സിവിയർ നേച്ചർ, തീവ്ര സ്വഭാവമുള്ള ദുരന്തം എന്ന നിലയിലാണ്. ആ നിലയിൽ കണക്കാക്കണമെന്നുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ അധീനതയിലുള്ള എംപവേർഡ് കമ്മിറ്റി ഈ കാര്യം പരിശോധിക്കണം. പരിശോധിച്ച് നൽകുന്ന വിശദമായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കലാമിറ്റി ഓഫ് സിവിയർ നേച്ചർ എന്ന പട്ടികയിലേക്ക് തീവ്ര സ്വഭാവമുള്ള ദുരന്തം എന്ന നിലയിലേക്ക് കണക്കാക്കി കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ അവകാശമുണ്ടാകുന്നത്. മനസ്സിലാക്കുന്നത് ശരിയെങ്കിൽ ആ എംപവേർഡ് കമ്മിറ്റി 4 മാസമായി നാളിതുവരെ ചേർന്നിട്ടില്ല. ആ എംപവേർഡ് കമ്മിറ്റി വേണ്ട ഈ കാര്യത്തെ സംബന്ധിച്ച് തീരുമാനിച്ച് കേന്ദ്ര ഗവൺമെന്റ് ശുപാർശ കൊടുത്ത് ഡിസാസ്റ്റർ ഓഫ് സിവിയർ നേച്ചർ എന്ന നിലയിലേക്ക് പ്രഖ്യാപിക്കേണ്ട ഡിസാസ്റ്റർ ഓഫ് സിവിയർ നേച്ചർ എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അതനുസരിച്ച് കൂടുതൽ ആനുകൂല്യങ്ങൾ പാർലമെന്റ് അംഗങ്ങളുടെ, ഇന്ത്യയിലെ ആകെയുള്ള പാർലമെന്റ് അംഗങ്ങളുടെ ഫണ്ട് ഇങ്ങോട്ട് ഡൈവേർട്ട് ചെയ്യാൻ പറ്റും. സാർവദേശീയ തലത്തിൽ തന്നെ സാമ്പത്തിക സമാഹരണത്തിനുള്ള അനുവാദം ലഭിക്കും. അതുപോലെ പ്രത്യേക സാമ്പത്തിക സഹായം ലഭിക്കുന്നത് ഉൾപ്പെടെയുള്ള നിരവധി ആനുകൂല്യങ്ങൾ ഇതിന്റെ ഭാഗമായി കിട്ടും. പക്ഷെ എന്തുകൊണ്ട് ഇത്രയും 500-ലധികം ആൾക്കാർ മരണപ്പെട്ട മുണ്ടക്കൈ ചൂരമല ദുരന്തവുമായി ബന്ധപ്പെട്ട് ഈ കാര്യത്തെ സംബന്ധിച്ച് കാര്യമായ ഒരു റെസ്പോൺസ് പോലും ഉണ്ടാകുന്നില്ല? അതാണ് ഒരു പ്രശ്നം. രണ്ടാമത്തെ സാങ്കേതിക പ്രശ്നം, കേന്ദ്ര ഗവൺമെന്റ് പറയുന്നത് സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട്, സംസ്ഥാന ദുരന്ത പ്രതികരണ ഫണ്ടിൽ ഇപ്പോൾ തന്നെ 360 കോടിയിലധികം രൂപയുണ്ട്. ആ ഫണ്ട് വിനിയോഗിച്ച് നിങ്ങൾക്ക് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ നടത്താം. ആ പ്രശ്നം ഞങ്ങൾ ഉന്നയിച്ചു. പാർലമെന്റ് അംഗങ്ങൾ എന്ന നിലയിൽ കേന്ദ്ര ഗവൺമെന്റ് ഉന്നയിക്കുന്ന വാദഗതികൾ യോഗത്തിൽ അവതരിപ്പിച്ചപ്പോൾ ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി പറഞ്ഞത് അതിന് സാങ്കേതിക ബുദ്ധിമുട്ടുണ്ട്. കാരണം കേന്ദ്ര ഗവൺമെന്റ് നിഷ്കർഷിക്കുന്ന വ്യവസ്ഥകൾക്ക് വിധേയമായി മാത്രമേ, മാനദണ്ഡങ്ങൾക്ക് വിധേയമായി മാത്രമേ SDRF ഉപയോഗിക്കാൻ പറ്റൂ. അതുകൊണ്ട് അത് ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ളത് അത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ആ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള വീക്ഷണമുണ്ട്. പരിശോധിച്ചതിന് ശേഷം അത് പറയാം. എന്തായാലും SDRF ഉണ്ടെങ്കിലും അതല്ലെന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സാങ്കേതിക പിഴവുകൾ ഉണ്ടെങ്കിൽ പോലും ഇതൊരു സംസ്ഥാനത്തെയും രാജ്യത്തെയും നടുക്കിയ ഒരു കലാമിറ്റി എന്ന നിലയിൽ ദേശീയ തലത്തിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അടക്കം സ്ഥലപരിശോധനയും സന്ദർശനവും നടത്തിയ, ദേശീയ തലത്തിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു ദുരന്തം എന്ന നിലയിൽ 4 മാസം പിന്നിട്ടതിന് ശേഷവും ഈ കാര്യത്തിൽ ഒരു ധനസഹായവും കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളത് ശക്തമായ പ്രതിഷേധത്തിന് കാരണമായിട്ടുള്ളതാണ്. ഇതിനകത്ത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ ഈ പ്രശ്നം കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ പാർലമെന്റിന്റെ ഇരുസഭകളിലും
പ്രതീകാത്മകമായിട്ടുള്ള പ്രതിഷേധം പാർലമെന്റിന് പുറത്തും നടത്തുന്നതിനെ സംബന്ധിച്ചാണ് ഞങ്ങൾ മുന്നണി വ്യത്യാസം കൂടാതെ ഈ കാര്യത്തെ സംബന്ധിച്ച് ആലോചിച്ചിട്ടുള്ളത്. പിന്നെ നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനം, ഓരോ നിയോജക മണ്ഡലത്തിലെയും പ്രശ്നങ്ങൾ, പാർലമെന്റ് അംഗങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ വികസനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇതൊക്കെ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി വളരെ സൃഷ്ടിന്മുഖമായിട്ടുള്ള ക്രിയാത്മകമായ ചർച്ചകളും നിർദ്ദേശങ്ങളും വികസനോന്മുഖ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വിലയിരുത്തിക്കൊണ്ട് നടന്ന ഒരു ചർച്ചയായിരുന്നു പാർലമെന്റ് അംഗങ്ങളുടെ കോൺഫറൻസ്. ഇന്ന് വിന്റർ സെഷന് മുമ്പായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത ഈ കോൺഫറൻസ്.